നോ ഫിൽട്ടർ മാൻഡറ്ററി സെൽഫി ആഫ്റ്റർ യുവർ വിസിറ്റ് ടു ദ ഡെർമാറ്റ്. ഇവർ ഇതേപോലത്തെ എല്ലാ ക്ലിനിക്കിലും പോയിട്ട് നല്ല രീതിയിൽ സ്കിന്ന് ബ്രൈറ്റർ ആക്കും. So this has triple vitamin C, vitamin E and blood orange. It has 3% NMF complex that helps hydrate the skin. And ഇപ്പോ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത ഒട്ടുമിക്ക ആൾക്കാരും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിൽ പെട്ടവരായിരിക്കും. അതായത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ചില ഇൻഫ്ലുവൻസേഴ്സിന്റെ പ്രോഡക്റ്റ് പ്രൊമോഷൻ, എസ്പെഷ്യലി ബ്യൂട്ടി പ്രൊഡക്ട്സ്, അവർ പറയുന്ന കാര്യങ്ങൾ വെള്ളം തൊടാണ്ട് വിശ്വസിച്ച് മുഖത്ത് വാരി തേക്കുക. നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. പിന്നെ ആരെ വിശ്വസിച്ചിട്ടാണ്? എനിക്കറിയാം, ഇത് മാർക്കറ്റ് ചെയ്യുന്നവര് പ്രത്യേകം പറയുണ്ടാവുമല്ലോ, ഞാൻ കൊല്ലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആണ്, നല്ല റിസൾട്ട് ആണ്. പക്ഷെ ഈ പറയുന്ന ആൾക്കാർ തന്നെ 2 ആഴ്ച അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വേറെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് അവർ വന്നിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിനെ എക്സ്പോസ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോ ഫുൾ ആയിട്ട് കാണുക, പ്രത്യേകിച്ച് ലേഡീസ്, കാരണം നിങ്ങളാണല്ലോ മെൻസിനെക്കാട്ടും കൂടുതൽ ബ്യൂട്ടി പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം കമന്റ് ചെയ്യുക. ഇന്ന് മെയിൻ ആയിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരാളുടെ പ്രൊഫൈല്, ഇവര് മാത്രമല്ല ഒരുപാട് ആൾക്കാരുണ്ട്. ഡേറ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഫെബ്രുവരി 1 ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ. So, my skin has a thing, okay? It just doesn't like heavy moisturizers. So, if my moisturizer feels sticky, I am out. And this Dot & Key Vitamin C plus E moisturizer, I've been using this for so long, still love it, and I've been very consistent with this one. I'm pretty sure you all love this. You all use this moisturizer because of its super gel-like texture. You see? It absorbs really quickly to your skin and it's absolutely non-greasy. So this has triple vitamin C, vitamin E and blood orange. So it boosts my glow, it helps with dark spots and it keeps my skin hydrated without clogging the pores. Now my skin looks really even, more glowy and it just feels really comfortable. It's just one of those moisturizers that does its job without being annoying. So, if you like your skincare, especially your moisturizer light but effective, you'll get this one. അതവിടെ നിൽക്കട്ടെ. ഒരേ ഒരു ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ഒരു പേടി, കണ്ണി കണ്ടൊക്കെ വാരി തെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങളെ കാട്ടിയും ഇതേപോലത്തെ ഇൻഫ്ലുവൻസേഴ്സിന് നല്ല രീതിക്ക് ഉണ്ടാവും. അപ്പൊ ഇവര് മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോ ക്രീമുകൾ മാറ്റി ഉപയോഗിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്തതായി ജൂൺ 17 വേറെ ഒരു മോയ്സ്ചറൈസർ ക്രീമുമായിട്ട് വന്നിട്ടുണ്ട്. അതെന്തായാലും ഒന്ന് കാണാം. My skin has one demand. Hydrate me, but don't you dare make me look oily. And apparently that is too much to ask from most moisturizers. And every time I found a moisturizer that felt hydrating, it would either feel greasy or it clogged my pores. So lately I've been using the Deconstruct oil-free moisturizer and probably this is the first one that actually understands oily skin. Probably because it's in vivo tested, which means it is actually tested on human skin. It has 3% NMF complex that helps hydrate the skin and 0.2% panthenol that helps support the skin barrier. Its texture is super lightweight and it does not feel sticky, and most importantly, it doesn't clog my pores or trigger breakouts. Finding the best moisturizer for oily skin is honestly about finding one that hydrates without feeling heavy, and this one does exactly that. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവരുടെ സ്കിന്നിൽ ഒട്ടും ബോധേഡല്ല? മൈ വേ ബൈ കല്യാണി, അതിലൂടെ വൈറലായ ഒരു ക്ലിനിക് ഉണ്ട്. നിലൂഫർ ഷെറിഫിന്റെ ക്ലിനിക്കിൽ പോയിട്ട് അവരെന്നെ ഈ പറഞ്ഞ സ്ത്രീ ഇട്ട ഒരു പോസ്റ്റ് ആണ്, നോ ഫിൽട്ടർ മാൻഡറ്ററി സെൽഫി ആഫ്റ്റർ യുവർ വിസിറ്റ് ടു ദ ഡെർമാറ്റ്. ഇവര് ഇതേപോലത്തെ എല്ലാ ക്ലിനിക്കിലും പോയിട്ട് നല്ല രീതിയിൽ സ്കിന്ന് ബ്രൈറ്റർ ആക്കും. ഗ്ലൂട്ടാത്തയോൺ ആണോ വേറെ എന്തെങ്കിലും സാധനം ഒന്ന് അവർക്കേ അറിയുള്ളൂ. എന്നിട്ട് ഇതേപോലെ ഓൺലൈനിൽ വന്നിരുന്നിട്ട് പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്യും. നിങ്ങളെ പോലുള്ള ആൾക്കാർ അത് വെള്ളം തൊടാണ്ട് വിശ്വസിച്ചിട്ട് വാങ്ങി തേക്കുകയും ചെയ്യും. ചിലവർക്കെങ്കിലും പണി കിട്ടും ചെയ്യും. കാരണം പറഞ്ഞല്ലോ, സ്കിന്ന് എന്ന് പറയുന്നത് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഡിഫറെന്റ് ആണ്. അതൊരു നല്ല ഡോക്ടറെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ലെവലുള്ള ക്രീം തേക്കാൻ പറ്റും എന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇവരെ പോലുള്ള ആൾക്കാർ അത് പ്രൊമോട്ട് ചെയ്യേണ്ട റീസൺ എന്ന് പറയുമ്പോൾ അതിന്റെ പുറത്ത് കിട്ടുന്ന ഫണ്ട് തന്നെയാണ് ദ എമൗണ്ട്. നല്ല രീതിയിൽ കൊളാബറേഷനും കാര്യങ്ങൾക്കും പൈസ കിട്ടുന്നുണ്ട്. അടുത്തത് സൺസ്ക്രീൻ. ഡേറ്റ് കാണാം, ഫെബ്രുവരി 28 സൺസ്ക്രീനിന്റെ പരസ്യം. ആ വീഡിയോ ഒന്ന് കാണാം. It actually feels like serum, not sunscreen. You know, it's very easy to say wear sunscreen every day, but do we actually feel like wearing one? Because every time I tried, they would either clog my pores or make me feel like an oil pan. But honestly, this one kills it. Look at this texture though. It's literally like milk.
It just melts into my skin. Very lightweight, yet super matte. It blends literally under seconds, and it actually feels like serum, not sunscreen. Also, it sits really well on the skin. No heaviness, no sticky feeling, and I just love that skin-like finish it gives. I've been using this under my makeup on a daily basis, and it works so well as a base. And my makeup blends easily over this one. No breakouts, no weird texture, absolutely nothing. And knowing this is clinically and in vivo tested just makes me trust it so much more. Honestly, this is that one sunscreen that finally made me want to wear sunscreen every single day. Comment down if you want the link. നല്ല രീതിയിൽ മൊത്തം തേമ്പി വിടുന്നുണ്ട്. എന്തായാലും പ്രൊമോഷന് കൊടുത്ത ആൾക്കാർക്ക് ലാഭം തന്നെ. നല്ല രീതിയിൽ പണിയെടുക്കണ്ടല്ലോ, അതന്നെയാണല്ലോ അവർക്കും വേണ്ടത്. സെയിം ആളെന്നെ ഏപ്രിൽ 27-ന് വേറൊരു സൺസ്ക്രീനുമായിട്ട് വന്നിട്ടുണ്ട്. ഈ മാസം മുഖത്ത് തേമ്പട സാധനങ്ങളുടെ ഒക്കെ എങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്കിന്നിന്റെ അവസ്ഥ എന്താവും ഞാൻ ആലോചിക്കുന്നത്. അല്ല, ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലേ? അങ്ങനെ ആയില്ലെങ്കിൽ ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോളൂ, അല്ലെങ്കിൽ സ്കിന്നിന്റെ കാര്യത്തിൽ തീരുമാനമാവും. I want sunscreen and I also want that glow. But I am not ready to layer 3 products in this heat. So I saw this K-Beauty tinted sunscreen. This is the Hydra Glow tinted sunscreen. And when it's K-Beauty, you already know. Okay, I'm just gonna see how this works. And oh, by the way, I'm using the shade medium here. And FYI, it's a tinted sunscreen, so it evens out your skin. Plus, this also has SPF 40 PA++, which is great. Well, with sunscreen, without sunscreen, and this side really looks glowy, but it is very subtle also. I love that. No white cast, super easy to blend, and it does not feel greasy at all. I'm just gonna blend to the rest of my face. It is giving that really clean glass skin kind of finish. And I love that it has ceramides, hyaluronic acid and vitamin C, so it actually feels like skincare. I think this is more than enough for an everyday base. So if you also want that easy glow without doing too much, you can go for this. ചേച്ചി എല്ലാ വീഡിയോയിലും മെയിൻ ആയിട്ട് പറയുന്നുണ്ട് നല്ല രീതിയിൽ വെളുത്ത് പാറണമെങ്കിൽ ഈ സാധനം വാങ്ങിക്കോന്ന്. എല്ലാ പ്രോഡക്റ്റിനും അതന്നെ, നെഗറ്റീവ് ഒന്നും ഇല്ല കേട്ടോ, ഓൺലി പോസിറ്റീവ്. ഈ വീഡിയോ കണ്ടവര് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഇതേപോലത്തെ പ്രോഡക്റ്റ് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കാര്യം ഇല്ലാണ്ട് ഒരാൾക്ക് തന്നെ വീഡിയോയിൽ വന്നിരുന്ന് പറയേണ്ട യാതൊരുവിധ ആവശ്യമില്ലല്ലോ. ചിന്തിക്കുക, നിങ്ങൾക്ക് സ്കിന്നിന് വല്ല പ്രോബ്ലം ഉണ്ട്, നല്ലൊരു സ്കിൻ ഡോക്ടറെ പോയി കാണുക. അല്ലാതെ ഇതേപോലത്തെ ഉള്ള ആൾക്കാർ ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു നോക്കൂ. സർട്ടിഫിക്കേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇനി അഥവാ ഇതൊക്കെ അവർ ക്വാളിഫൈഡ് ആണെങ്കിലും ഒരാൾ പറയുന്ന കാര്യങ്ങളോട് വെള്ളം തൊടാണ്ട് വിശ്വസിക്കാൻ പാടില്ല. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഡിഫറെന്റ് ആണ്, ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തതിന്റെ മാത്രം ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുക. എന്തായാലും ഇത്രയും കണ്ട ശേഷം നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.